का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए बोगेनविलिया मूवी के सीन 5 का रिएक्शन। और लास्ट सीन में हमने देखा कि इस तरीके से अभी जो है ना सारे जो सुई है वो एक ही जगह पॉइंट कर रही है कि इन्होंने खुद ही कुछ किया है, बिकॉज यही उसके साथ जा रही थी छाया के साथ। और इन्होंने क्या किया है, वो लड़की को कहाँ भेज दिया है, बिकॉज इनको अब गाड़ी चलाना भी आता है और ये बहुत सारी चीज़ें ऐसी करती है जो इन्हें नहीं पता है। तो फिर अभी बहुत सारी चीज़ें खुलना बाकी हैं। बिल्कुल, मुझे भी यही लग रहा है कि रीतू ने किया और रीतू को याद नहीं रीतू ने क्या किया है। तो देखते हैं क्या होगा। तो आप भी देखो, देखते हैं। लेट्स स्टार्ट। ഋതുല്ലേ ഒന്ന് വിളിക്കട്ടെ? വേണ്ട വേണ്ട അവിടെ അല്ലേ മുറി. ഹലോ रितु स्टूडियो। ആ ഡോക്ടർ ഒന്നും പോയില്ലേ? ഇല്ല പോയില്ല. റീത്തു മുറിയിലുണ്ട്. പെയിന്റിംഗ് ആയിരിക്കും. എന്താ ഈ മുറിക്കൊരു പേര്? ഈ മുറിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മുറികൾക്കും പ്രീത്ത് പേരിട്ടിട്ടുണ്ട്. നല്ല മൂഡിലായിരിക്കും ആ കക്ഷി ക്രിയേറ്റീവാ. ഞാൻ ഒന്ന് വിളിക്കട്ടെ? വേണ്ട, നിങ്ങളെ കണ്ട കാര്യം ചിലപ്പം മറന്നുപോയി കാണും. അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാനൊക്കെയില്ല. ओह, ये स्माइल मुझे सस्पिशियस लगी, पता है। देखा? ഞാൻ ഡേവിഡ് കോശി, തേനി ACP ആണ്. ഋതു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഋതു മുമ്പ് കണ്ടിട്ടുണ്ടോ? Yes. അവിടെ വായി തോന്നി വിളിച്ച് പറയണ്ട, നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ല സാർ, അറിയില്ല. ओह, ആരാണ്? ഇയാൾ കമ്പൻ തേനി സൈഡിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനലായിരുന്നു. അതുപോലെ ഋതുവിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് കാണാതെ പോയിരുന്നു. ബ്രേസ്ലെറ്റോ? This one. ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? Nothing. പിള്ളേരെത്തി. നിങ്ങളിരിക്കേ, ഞാനിപ്പോൾ വരാം. ഇതൊരു ഡെയിലി റൂട്ടീനാണോ? അതെ, പ്രീത്തുവിൻ്റെ ലോകം തന്നെ വേറെയാണ്. അവൾ എന്നാ കാണുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് 2 മിസ്കാരേജുകളുണ്ടായി. അതിനുശേഷമാണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഹാലുസിനേഷൻ കൂടെ തുടങ്ങിയത്. ഡോക്ടർ, ആ ബ്രേസ്ലെറ്റിൻ്റെ ആക്ച്വൽ സംഭവം എന്താ? സാറ് നേരത്തെ കാണിച്ച അയാൾ തന്നെ ഇവിടെ കയറിയത്. ഇവിടെ നിന്ന് പോയില്ലെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഋതുവിൻ്റെ ബ്രേസ്ലെറ്റ് ഒന്ന് മിസ്സായി. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. ബ്രേസ്ലെറ്റ് അന്വേഷിച്ച് അവൾ വല്ലാതെ പാനിക്കാന്ന് കണ്ടപ്പം ഞാൻ അതേപോലത്തെ വേറൊരെണ്ണം മേടിച്ചു. ओह, നൗ ഷീസ് ഫൈൻ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. കള്ളൻ പോയതിന് പുറകെ നിങ്ങൾ രണ്ടുപേരും കാറെടുത്തിട്ട് എങ്ങോട്ടാ പോയത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് ചെറിയ പരിക്കുകളുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഓക്കെ. अब हॉस्पिटल से कुछ क्लू मिलेगा। सीधा स्किप। ये बाइट मार्क, ये तो कुछ जलने का टाइप लग रहा है। He's making coffee. ये तो सीसीटीवी वाली है। അയ്യോ ചേച്ചി, എന്നെ വിളിക്കാറുന്നില്ലേ? ഒരു തലവേദന, കാപ്പിട്ട് കുടിക്കാന്ന് വിചാരിച്ചു. ചേച്ചി മാറി, ഞാനിട്ട് തരാം. രമേ, ഇവരെ ഒന്ന് വിളിക്കാമോ? क्या हुआ रहमा? सब इतना सस्पिशियसली क्यों देखते हैं एक नॉर्मल कॉल को भी? बिना इसके दूध के कैसे पी लेते हैं ये लोग? ओए, अच्छा ये मार रहा था। മാം, എല്ലാം ഓക്കെ അല്ലേ? ഐ മീൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് യെസ്, ഓക്കെയാ. ഇവിടെ നടന്നൊരു തെഫ്റ്റാ. റോയ്ച്ചിനെ കണ്ടത് अच्छा ये അയാൾ उससे पूरा ഓടിക്കളഞ്ഞു. दिखवा रही हैं। പിന്നെ ടബിൽ തന്നെ വേണോ? എപ്പോഴും ഈ ടബിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്നത്? സാരമില്ല, ഞാൻ തോർത്ത് തരാം. ഓക്കെ. സർ, ഞാൻ പറഞ്ഞില്ലേ ഋതുവിൻ്റെ സിറ്റുവേഷൻ. പിന്നെയും അതേ കാര്യം പറഞ്ഞ് വീണ്ടും അവളെ ബുദ്ധിമുട്ടിക്കണോ?
ലുക്ക് ഡോക്ടർ, നിങ്ങളുടെ വൈഫിനെ ഞങ്ങൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതല്ല. കാണാതായത് ഒരു പെൺകുട്ടിയല്ല, ഒന്നിലധികം പെൺകുട്ടികളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ. മൾട്ടിപ്പിൾ മിസ്സിംഗ്. നിങ്ങളോടും നിങ്ങളുടെ വൈഫിനോടും പോലീസ് ഭാഷയിൽ സംസാരിക്കാത്തത് നിങ്ങളുടെ വൈഫിന് തരുന്ന കൺസെൻട്രേഷൻ മാത്രമാണ്. പ്ലീസ് ഡോക്ടർ, പ്ലീസ് കോൾ. ഛായ കാർത്തികനെ പോലെ കാണാതായ മറ്റു 2 പെൺകുട്ടികൾ, Other 2 girls. തൃഷിക, Trishika, ജെനിഫർ. Jennifer. ओए ऑगस्ट 19 തൊട്ട് തൃഷിക മിസ്സിംഗ്. Oh my god, ये सब देखिए कर रही है बैटमैन रैबिट और वो सनफ्लावर. ഋതു ഈ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? Yes ऋतु, 100% मिली है तू. ഇവരെ രണ്ടുപേരെയും കണ്ടതായി ഒരു ഓർമ്മയില്ല. ഇല്ല. यार ये तो वही इमेजेस है. ഋതു കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യും. पुलिस को भी कोई हेल्प नहीं मिल रही, पर इनको उसका रूम चेक करना चाहिए था बच्चे. റീത്തയുടെ കണ്ടീഷൻ സിവിയർ ആകുമ്പോൾ 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി എവിടെയോ കൊണ്ടുപോകാറില്ലേ? ഡോക്ടർ മനു ഫിലിപ്പിനടുത്ത്. ആ ഫെസിലിറ്റി എവിടെ? ഈ ഹോമിൽ ഓർമ്മക്കുറവുള്ള കുറച്ച് അച്ഛന്മാർ താമസിക്കുന്നുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ പരിസരത്ത് താമസിക്കുന്ന സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് കൂടി അന്ന് ഫാദർ ഫ്രാൻസിസ് സജസ്റ്റ് ചെയ്തു. അതെനിക്കൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. പിന്നെ പിതാവും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ്. ഋതു ഇവിടെ വരുമ്പോൾ താമസിക്കുന്ന മുറിയാണിത്. അവർ മിക്കപ്പോഴും എല്ലാ മാസം വരാറുണ്ട്. Bougainvillea. ഇവിടെ വരുമ്പോൾ റീത്തു വയലൻ്റായ ഹിസ്റ്ററി വല്ലതും ഉണ്ടോ? ഇല്ല, മിക്കപ്പോഴും മരുന്നിൻ്റെ സെഡേഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായനയോ പെയിൻറ്റിങ്ങോ. പെയിന്റിങ്സ് ഒക്കെ എവിടെ? പെയിൻറ്റിങ്സ് ഒന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. हर जगह यही फूल है. ഇവരാരെങ്കിലും ഇവിടെ വന്ന ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇവരാരെയും ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ല. ന്യൂസിൽ കണ്ടതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. റീത്ത് ഇവരാരെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടോ? അതെനിക്കറിയത്തില്ല. റീത്തുവിനെ ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ടോ? സിറ്റുവേഷൻ വളരെ സിവിയർ ആണെങ്കിൽ റീത്തുവിനെയോ മറ്റു പേഷ്യൻസിനെയോ ഡോക്ടർ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ട്? വല്ലപ്പോഴും അവരെ നടക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അത് അവരുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ ആയിട്ടേ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ശരി. ये थोड़ा थोड़ा सा ज्यादा डरा हुआ लग रहा है ये. ऐसा लग रहा है पूरी तरीके से नहीं बताया सब कुछ. और बहुत भरा भरा. എന്താ ചേച്ചി? कौन फॉलो कर रहा है? എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ. ഇല്ല ചേച്ചി, ചേച്ചിക്ക് തോന്നുന്നതാ. എന്താ കാണുമെന്ന് പറഞ്ഞു? എനിക്ക് റീത്തുവിന് ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ മീൻ an EMDR തെറപ്പി. മിസ്സിംഗ് ആയ പെൺകുട്ടികളെ കുറിച്ച് റീത്തുവിന് എന്തൊക്കെയോ അറിയാം. അവളുടെ ഹെൽത്ത് അല്പം വീക്കാണ്. എനിക്കറിയാം, പക്ഷെ വേറെ നിവൃത്തിയില്ല. മാത്രമല്ല, നോ ഡെഡ് ബോഡീസ്, നോ ക്ലൂസ്, നോ റാൻസം കോൾസ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോലീസ് ആകെ കൺഫ്യൂഷനിലാണ്. ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ്. ട്രസ്റ്റ് മീ, ഐ എം ഓൺ യുവർ സൈഡ്. ഒരു കാര്യം പ്രത്യേകം നോക്കണം, മക്കളില്ല എന്നുള്ള കാര്യം മാത്രം പറയരുത്. ആ ഒരു വിശ്വാസത്തിലാവും അവൾ ജീവിക്കുന്നത് തന്നെ. Of course उसको तो जानना है बस. ये क्या है? അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിംഗ് തെറപ്പി. Oh. റീതു പേടിക്കണ്ട. റീതുവിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടക്കുന്ന ഓർമ്മകളെ പുറത്തെടുക്കാൻ Wow. ये एक्चुअल है. നോട്ടൈസ് ചെയ്താ പോരെ? ये सच होता അങ്ങനെ है? ചെയ്താൽ റീതുവിൽ നിന്ന് കൺസ്ട്രക്റ്റഡ് മെമ്മറീസേ കിട്ടും. Wow. आई मूवमेंट के बेसिस पे कैसे कर നമുക്ക് सकते സ്പെക്സ് ഒന്ന് മാറ്റി വെക്കാം. हैं? माइंड हैज टू काम डाउन. അതിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയാം. സിമ്പിൾ. Oh my god. अभी भी इनको बच्चे आ रहे हैं. इन्होंने तो कितनी मेमोरीज बिल्ड कर रखी हैं अपने बच्चों के साथ. सब फेक. ഛായ കാർത്തികേയൻ എന്ന പേര് കേൾക്കുമ്പോൾ
ओ वो भाग रही है कि वो किसी और के पीछे भाग रही है? ओ माय गॉड, वो ഐ തിങ്ക് ഷീസ് ഇൻ എ മൈൻഡ് പാലസ്. റീതു പറയുന്ന കുളം ഏതാണെന്നറിയാമോ? അങ്ങനെ ഒരു കുളത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇനി ഋതു ചെറുപ്പത്തിൽ വല്ലതും കണ്ടായിരിക്കും. പെൺകുട്ടികൾ അബ്സ്കോണ്ടിങ് ആയ സ്ഥലത്തൊക്കെ റീതുവിനെ ഒന്ന് കൊണ്ടുപോകണം. അവിടെ വെച്ച് എന്തെങ്കിലും ഓർമ്മ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഷീ നോ സംതിങ്. ഓരോരുത്തരുടെ കാര്യം ചോദിക്കുമ്പോഴും റീതു ആകെ വല്ലാതെ ആവുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് നാച്ചുറൽ. ശരി, അങ്ങനെ ചെയ്യും. और ये माइंड पैलेस, माइंड पैलेस क्या होता है तुझे पता है? मतलब तुम्हारे माइंड के अंदर एक जगह है, वहीं पे तुम बेस्ड हो वैसा. ये तो गेट आउट जैसा लग रहा है नहीं? मेरे को तो इंसेप्शन भी याद आ रही है थोड़ी थोड़ी. ദൃശ്യക്ക് എവിടെ നടക്കുന്നത് CCTV-യിലുണ്ട്. പക്ഷെ और പിന്നീട് वो तो അങ്ങോട്ട് പോയി ड्रीम्स ड्रीम्स है. റീതു ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വെച്ചാണ് ജെനിഫറിനെ അവസാനമായി കണ്ടത്. അമീര ശുദ്ര, ക്രിമിനോളജിസ്റ്റ്. വേണം. നിങ്ങൾക്ക് ഇവരെ അറിയോ? बेचने आती है. അറിയാം മേഡം. ഇവർ പറഞ്ഞല്ലോ ഏതോ റിസോർട്ടുകാരാണ് ഇവരുടെ പെയിന്റിങ് വാങ്ങിക്കുന്നതെന്ന്. ഏതാണ് ആ റിസോർട്ട്? റിസോർട്ടിൽ നിന്ന് ആര് വന്നാണ് പെയിന്റിങ് മേടിക്കുന്നത്? മാഡം ആക്ച്വലി റിസോർട്ടുകാരല്ല പെയിൻറ്റിങ് മേടിക്കുന്നത്. उनका पति है. ഡോക്ടർ വന്നിട്ട് പെയിൻറ്റിങ് മേടിക്കാറ്. ഡോക്ടർ എനിക്ക് പെർ പെയിൻറ്റിന് ഒരു 1000 രൂപയൊക്കെ വെച്ച് തരാറുണ്ട്. ഡോക്ടർ റോയ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ? फार्म हाउस जा रहे हैं अभी है ना? ये फिर भी थोड़ा उनसे और अच्छे से और इससे लग रहा है इसे डॉक्टर रॉयस पे शक आ रहा है शायद, ऐसा लग रहा है, हो सकता है. क्योंकि इसे सिर्फ डॉक्टर सुना और ये पहले फटकते उसके पास गए. ഹലോ ഡോക്ടർ. ഈ ആർട്ട് ഗാലറിക്കാരനായിട്ട് എന്താണ് ഡി? അയാൾ ഋതുവിൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് 3000 രൂപ കൊടുക്കും. അതിനു മുമ്പ് ഞാൻ അയാൾക്ക് 4000 കൊടുക്കും. ഒരു 1000 റുപ്പീസിൻ്റെ ഡീൽ. എനിക്ക് റീതുവിന്റെ പെയിന്റിങ്സ് ഒന്ന് കാണാൻ പറ്റുമോ? वाओ. ഇത് ഡോക്ടറുടെ സ്വന്തം പ്രോപ്പർട്ടിയാണോ? മാടത്താനി പുത്തൻപറമ്പിൽ ദേവസ്യ എന്ന എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ പേരിൽ എഴുതുന്ന പ്രോപ്പർട്ടിയാണ്. സാധാരണ ഏതൊരു കുട്ടിയുടെയും ഹീറോ സ്വന്തം അപ്പനായിരിക്കും. എനിക്ക് എൻ്റെ വല്യപ്പച്ചനായിരുന്നു. ग्रैंडफादर. ओह, നൈറ്റൊക്കെ അവിടെ തങ്ങാറുണ്ടോ? ഇല്ല, അറിയാലോ ഋതുവിൻ്റെ സിറ്റുവേഷൻ. ഒരു ഡ്രിങ്ക് എടുക്കില്ലേ? നോ താങ്ക്സ്, ഐ ഹാവ് ടു ഡ്രൈവ് ബാക്ക്. യാ. यहाँ पे भी वही. अरे हर जगह यही है बोगेनविलिया. ये क्या राज है? ഇതല്ലേ റീതു വരയ്ക്കുന്നത്? അപ്പോൾ അവൾക്കൊരു ബോഗൈൻ വില്ല ഫിക്സേഷനുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം പെയിൻറ്റിങ്ങിൽ മാത്രമായി. वो यही आवाज को सुनाई देती थी. ഇവിടെ പന്നികളുണ്ടോ? पिग्स. यार मुझे डर लग रहा है इससे. പന്നി മാത്രമല്ല, ആടും കോഴിയും എല്ലാം ഉണ്ട്. यार वो कुछ हाइड कर रहा है. അപ്പൊ ശരി കാണാം. ഐ സീ യു. मुझे लग रहा है इसको जाने नहीं देगा ये. कुछ तो है, मेरे को डर लग रहा है पर यार. पिग्स और इससे क्या पता चला? क्या हो गया? अब ये बहुत वियर्ड लग रहा है मेरे को. अब वो कुछ पढ़ रहे हैं. अरे वही जो पर्ची बैठ के नीचे थी. I know the Batman logo, the rabbit coat and the sunflower painting to Mira. Mira came over, she'll come tomorrow to take me to the farmhouse. Mira said that we don't have any kids. वो मीरा ने बता दिया और ये पर्ची इसने जेब में रख ली. बस वो किड्स वाली ना, किड्स वाली रखी है सिर्फ जेब में. दो ही हैं. I handed over the Batman logo and ठीक है. हाँ. मीरा came over. ओ वो बच्चे वाली ले ली है.
आवाज नहीं है। इनको फिर पिग सुनाई दे रहे हैं। हाँ, ये यार ओ वो कौन थे? वो रितु है? नहीं क्या कोई नहीं। और लड़की है? पहले कोई और दिया, अब रितु है। मीरा आउट ऑफ नेटवर्क अभी तक आई नहीं क्या मीरा वहां से? ഓ റോയ്ച്ചൻ എന്താ ഇവിടെ? ഓ ചുമ്മാ just like that. റോയ്ച്ചൻ എന്താ നോക്കുന്നേ? ഒന്നുമില്ല. പിള്ളേര് വലുതായി കഴിയുമ്പോൾ അവരെ 2 മുറികളിലാക്കണ്ടേ? यार मेरे को ये आदमी पे पहले से ही शक था। इतना अच्छा कोई नहीं होता यार। എന്ത് സാധനങ്ങള്? അതന്നെ. നീ ഇവിടെ പിള്ളേരുടെ മുറിയിൽ വരച്ചു വെച്ചിരുന്ന വൈറ്റ് റാബിറ്റും പിന്നെ ബാറ്റ്മാൻ ലോഗോയും अच्छा കണ്ണും उसने കാണുന്നില്ല. मीरा को दे दिया ना, पर ये ऐसे ആ നല്ല കേട്ടോ. നീ ചെന്ന് വേഗം കുളിക്കുക. यार ये वापस से ऐसे साउंड यार। ये अब मिस्ट्री बहुत ज़्यादा कंफ्यूजिंग होती जा रही है। एंड देखा जाए तो यहाँ पे अब तो उसके पति पे बहुत ज़्यादा शक है, बिकॉज वो जो बंदी भी आई थी ना, वो भी इतना स्ट्रेंजली वहाँ से चली गई, पर ये कोई कुछ बता नहीं रहा है हमें। जैसे वो इवन वो जो इन्वेस्टिगेटर आई थी, तो उसने किस तरीके से देखा, वो बोगेनविलिया को देखा, उसको देखा, पेंटिंग्स को देखा, एंड वो वहाँ से भाग उठी, एंड वो पिग नॉइसेस से, एंड वही वो ग्राउलिंग की आवाज़ उनको बार बार सुनाई देती है। तो कुछ तो बहुत बड़ा लेना देना है, और जो ऐसा लग रहा है कुछ बहुत बड़ा झोल चल रहा है। मुझे भी ऐसे लग रहा है। एंड द थिंग इज, मुझे ये लग रहा है कि उनके पति जो है ना, वो ऐसे प्रिटेंड कर रहे हैं कि ठीक है वो अपने वर्ल्ड में जीती होगी, पर उनके वर्ल्ड में क्या क्या है ना, उनको वो सारी चीज़ें पता है कि उनके वर्ल्ड में ये चीज़ है, ये चीज़ है, ये चीज़ है। बिकॉज रितु इनको नहीं भूलती कभी भी, हमेशा इनके साथ ही रहती है और सारी चीज़ें इनको याद रहती है। पर ये जो चीज़ है, इनके जो पति है ना, मुझे लग रहा है ये एक्ट कर रहे हैं कुछ। वही, और समझ नहीं आ रहा कि ये क्या, मतलब पूरा कुछ ना कुछ तो केस बहुत पेचीदा चल रहा है। तो आपका इसके बारे में क्या कहना है, आप हमें कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए, सब्सक्राइब करिए। बाय।